നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. മാസപ്പടി വീണ്ടും പുകയുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കലക്ടറേറ്റ് മാർച്ചുമായി യൂത്ത് കോൺഗ്രസ്. മാർച്ചിൽ സംഘർഷം. മാലിന്യ സംസ്കരണം എവിടെയും ശാസ്ത്രീയമല്ല. മിന്നൽ പരിശോധനകളിൽ പിടികൂടുന്നത് നിരവധി സ്ഥാപനങ്ങൾ. കർഷകരുടെ കണ്ണുനീർ വീണ് നെൽപ്പാടങ്ങൾ. പയ്യന്നൂരിൽ ഉപ്പുവെള്ളം കയറി നശിച്ചത് 50 ഏക്കർ നെൽകൃഷി. IP ബിനുവിന് പൂർണ്ണ പിന്തുണ. ഒരു ആയങ്കിയുടെ ഭീഷണിക്ക് മുന്നിലും കീഴടങ്ങില്ലെന്ന് MV ജയരാജൻ. വിദ്യാഭ്യാസ മേഖലയിൽ പോലും സർക്കാരിന് ഉദാസീന നിലപാട്. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാർട്ടിൻ ജോർജ്. പരാമർശം KPSTA രാപ്പകൽ സമരത്തിൽ. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് ലൈറ്റർ തട്ടിമാറ്റി ഓടിയതിനാൽ വൻ ദുരന്തം വഴിമാറി. കലക്ടറുടെ ഇടപെടൽ. ചില്ലുകൂട്ടിൽ കുടുങ്ങിയ അങ്ങാടിക്കുരുവി പറന്നുയർന്നു. കണ്ണപുരത്തെ കൊടിമരം നാട്ടിൽ BJPയും പോലീസും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ അത് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്നവും വസ്ത്രവും നൽകുന്നത് CPM എന്ന് ജയരാജൻ. നോക്കാം വിശദമായ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കലക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. KPCC മെമ്പർ അഡ്വക്കേറ്റ് TO മോഹനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും ഒടുവിലായിട്ട് വന്ന വാർത്തയാണ് വീണ വിജയൻ. നമുക്കിതിനു മുമ്പ് വന്ന വാർത്തയാണ്. പക്ഷേ നമ്മൾ 1.7 കോടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ 2.7 കോടിയാണ് അദ്ദേഹത്തിന്റെ മകൾ കൈപ്പറ്റിയത്, ഒരു സേവനവും നടത്താതെ എന്നതാണ് കണ്ടത്. എല്ലാറ്റിനും ന്യായീകരണവുമായി വരുന്ന AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞു അതിനൊന്നും അഴിമതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് പറയാൻ തയ്യാറാകണം. നമ്മൾ ആലോചിച്ചാട്ടെ, ഒരു സേവനവും നടത്തിയിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് വീണ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത്. വീണ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ്. കുറെ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും, പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും, ഔദ്യോഗിക ഭവനത്തിൽ. അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണ വിജയന്റെ പേരിൽ ഒരു കടലാസ് കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തു, എക്സാലോജിക്ക്. നിലവിൽ ഒരു സേവനവും കൊടുത്തിട്ടില്ല. ഒരു സേവനവും കൊടുക്കാതെ ഈ തുക കൈമാറുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ആ സൗജന്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പുകളും പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ടറേറ്റ് മാർച്ച്. ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ അധ്യക്ഷനായി. ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു. രാഹുൽ വെച്ചിയോട്ട്, ജോഷി കണ്ടത്തിൽ, ഷിബിന VK, മുഹസിൻ കാദിയോട്, സുധീഷ് വെള്ളച്ചാൽ, ഫർഹാൻ മുണ്ടേരി, വരുണ MK, ജിതിൻ കൊളപ്പ, അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ASP ട്രെയിനി വളവട്ടം SHO B കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം. തളിപ്പറമ്പിലെ സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ലോലിനോ കഫേയിലാണ് മലിനജല ടാങ്ക് ഓവർഫ്ലോ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയത കണ്ടെത്തിയത്. ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി ഭക്ഷണം, അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ കെട്ടിവെച്ചതായും കണ്ടെത്തി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി തളിപ്പറമ്പ് നഗരസഭയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തളിപ്പറമ്പ് ടൗണിൽ പ്രവർത്തിച്ചുവരുന്ന ലോലിനോ കഫേക്ക് 30,000 രൂപ പിഴ ചുമത്തിയത്. പരിശോധനാ വേളയിൽ സ്ഥാപനത്തിന്റെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് മലിനജലം തുറസായി കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മലിനജലം ഓവർഫ്ലോ വരുന്നതിനനുസരിച്ച് പൊതു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. സമീപത്തെ സ്ഥാപനങ്ങൾക്കും മലിനജലത്തിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. സ്ക്വാഡ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ
പരിശോധനയിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ബിന്നുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന് സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൂക്കോത്ത് തെരുവിലെ ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി നിരവധി ഗാർബേജ് ബാഗുകളിൽ കെട്ടിയ നിലയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗാർബേജ് ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളും തരംതിരിക്കാത്ത നിലയിൽ കാണപ്പെട്ടു. ഈ മാലിന്യങ്ങൾ മുഴുവനായി സ്വകാര്യ വ്യക്തിക്ക് പണം നൽകി കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് സ്ഥാപനത്തിന്റെ മാനേജർ സ്ക്വാഡിനെ അറിയിച്ചു. മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ വേർതിരിക്കാതെ സംഭരിച്ചു വച്ചതിനും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തതിനും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലോറിനോ എന്ന സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടിക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ പയ്യന്നൂർ കുനിയനിൽ നെൽപ്പാടത്ത് ഉപ്പുവെള്ളം കയറി വ്യാപക കൃഷിനാശം. 55 ഏക്കർ നെൽകൃഷി നശിച്ചു പോയെന്ന് കർഷകർ. ഉപ്പുവെള്ളം തടയാനായി ഉണ്ടായിരുന്ന കാലപ്പഴക്കമുള്ള അണക്കെട്ട് പൂർണ്ണമായും തകർന്നതാണ് ദുരിതത്തിന് കാരണം. 3 പാടശേഖരങ്ങളിലായി 55 ഏക്കർ നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചുപോയത്. ഉപ്പുവെള്ളം കയറിയ വയലിലെ പുല്ലുപോലും ആർക്കും വേണ്ട. ഈ കാണുന്ന പാടത്ത് അടുത്ത വർഷവും കൃഷി ഇറക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഈ ഉപ്പുവെള്ളത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത് നമ്മൾ 4 വയലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 250-300 ഏക്കറോളം വരും. കാരണം ഉപ്പുവെള്ളം കയറിയാൽ അത്രയും സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഈ ഒരു കാരണത്താൽ ഒരു പാടശേഖരം മുഴുവനായിട്ട് ഇപ്പോൾ തരിശായിട്ട് കിടക്കുന്നത് ഒരു 6-7 വർഷമായി. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിലായാലും മറ്റു തലത്തിലായാലും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മേൽ നടപടികൾ അവർക്ക് പോകുന്നുണ്ട്. അതിന് ചെറിയ ചെറിയ ഒരു പരിഹാര മാർഗങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വയലിനെയും വയലിൽ മാത്രമല്ല നമ്മൾ കുടിവെള്ള സ്രോതസ് കൂടി നഷ്ടപ്പെടുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണം, ഈ ഉപ്പുവെള്ളം കയറി മണ്ണ് നശിച്ചു കഴിഞ്ഞാൽ അത് കുറേ വർഷങ്ങളെടുക്കും അത് നേരെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഉപ്പുവെള്ളക്കെടുതി കൊണ്ട് നമുക്ക് നേരിടുന്നുണ്ട്. അതിൻ്റെ ഭീമമായ നഷ്ടമാണ്, നമ്മളത് ആരും കണക്കിലെടുക്കുന്നില്ല. ഉളിയത്തുകടവിന് കുറുകെ ഉണ്ടായിരുന്ന കാര അണക്കെട്ടായിരുന്നു വെള്ളം തടയാനുള്ള മാർഗം. അത് തകർന്നതോടെ ഉപ്പുവെള്ളം വേലിയേറ്റ സമയങ്ങളിൽ പുഴക്കരയിലുള്ള വയലുകളിലേക്ക് ഒഴുകി. അപ്പോൾ ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് ഈ കൗവായി പുഴയുടെ ഭാഗമായിട്ടുള്ള കാര അണക്കെട്ട്, അത് മുമ്പേ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. അത് പഴകി ദ്രവിച്ച് ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയിൽ അത് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ഇനി ഏക പോം വഴി. ഒരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുണിയൻ പുഴേൻ്റെ ഭാഗത്ത് ഒരു ബണ്ട് നിർമ്മാണത്തിന് പഞ്ചായത്ത് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം താൽക്കാലിക സംവിധാനം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇനി ശാശ്വത പരിഹാരം ഈ കാര അണക്കെട്ട് മാത്രമാണ്. സർക്കാർ പ്രഖ്യാപിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക മാത്രമാണ് നിലവിലുള്ള പ്രതിസന്ധിക്കുള്ള പരിഹാരം. ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ നെൽകർഷകരെല്ലാം കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. IP ബിനുവിന് പൂർണ്ണ പിന്തുണയുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ബിനു പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണെന്നും ആയങ്കിയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാൻ ബിനുവിനെ കിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. കൊട്ടേഷന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് അർജുൻ ആയങ്കി. പാർട്ടി ആയങ്കിമാരുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ജയരാജൻ വ്യക്തമാക്കി. ആയങ്കി ആയാലും ശരി, കോയങ്കി ആയാലും ശരി, കൊട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഇവിടെ ജനങ്ങളെല്ലാം തന്നെ ഈ കൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയങ്കിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത്. അവിടെയും പാർട്ടിക്ക് ഒറ്റ സ്വരമേ ഉള്ളൂ. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, ലഹരി മാഫിയ, ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധമില്ല. IP ബിനു പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ആ നിലപാട് ശരിയാണ്. യഥാർത്ഥത്തിൽ കൊട്ടേഷൻ ഏർപ്പാടിൽ പോയതുകൊണ്ടല്ലേ ആ രാമനാട്ടുകരയിൽ 5 ആളെ ജീവൻ കളഞ്ഞത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടുവരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട് 5 പേരുടെ ജീവൻ അപഹരിച്ചത്. ഇത് ആയങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ആയങ്കിയായാലും ശരി, കോയങ്കിയായാലും ശരി, കൊട്ടേഷനുമായി
പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. കൊട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ്. എവിടെ പോയാലും ശരി കൊട്ടേഷനാണ്. ഇനിയൊരിടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ തടഞ്ഞുവെക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ആശ്രിത നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുമുന്നണി സർക്കാരിന് ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. എല്ലാവർക്കും കൃത്യമായ നീതി കിട്ടുന്ന രീതിയിലായിരിക്കണം. അത് അധ്യാപക സമൂഹത്തായാലും മറ്റ് ജീവനക്കാരുടെ കാര്യത്തിലുമായാലും എല്ലാം ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരാവശ്യം എന്ന് പറയുന്നത് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. പ്രിയമുള്ളവരെ, ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ഒരു ഓർഡർ മേടിച്ചു കൊണ്ടുവന്നാൽ അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സംഘടന പോയി അടുത്ത സമുദായം പോയി ഓർഡർ മേടിച്ചുകൊണ്ട്, അങ്ങനെ സമുദായങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓർഡറുകൾ മേടിച്ചുകൊണ്ട് ആ നിയമനം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഒരു ഗവൺമെൻറ് എന്താണ്, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ എന്താണ് തീരുമാനമെടുക്കുക? അത് ആരെങ്കിലും കോടതിയിൽ പോയാൽ കോടതിയിൽ ഒരു നിയമം അത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മതി. കോടതിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമായി വരുന്ന വിധികളായിരിക്കണം. അല്ലാതെ ഇന്ന സമുദായത്തിന് അല്ലെങ്കിൽ ഇന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്നവർ നടത്തുന്ന സ്ഥാപനത്തിന് എന്നുള്ള ഒരു വിധി ഒരു കോടതിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ കോടതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രിയപ്പെട്ടവരെ, അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ അന്തിമമായ ഒരു വിധിയാണ്. അതാണ് അവിടെ നടപ്പിലാക്കപ്പെടേണ്ടതായിട്ടുള്ള വിധി. ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അരുണ, സംസ്ഥാന സെക്രട്ടറി PV ഹരിലാൽ, ജില്ലാ സെക്രട്ടറി TV ഷാജി, ട്രഷറർ രജീഷ് കാളിയത്താൻ, MV സുനിൽകുമാർ, EK ജയപ്രസാദ്, KK അനീഷൻ, K ദീപ, CVA ജലീൽ, ദിനേശൻ പാച്ചോൾ, ദീപക് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. അകന്നു കഴിയുന്ന ഭാര്യയെ ഓട്ടോ ഇടിച്ചിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പെല്ലശ്ശേരി മാവിലായി കുന്നുംപുറത്തെ VN സുനിൽകുമാറിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈറ്റർ തട്ടിമാറ്റി യുവതി ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം വഴിമാറുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 6:10 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെ ഭാര്യ എളയാവൂർ സൌത്തിലെ PV പ്രിയയെയാണ് എളയാവൂർ പായക്കോട്ടത്തിനടുത്ത് വെച്ച് പ്രതി കൊല്ലാൻ ശ്രമിച്ചത്. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ച് നിലത്തു വീണ യുവതിയെ പ്രതി കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് ലൈറ്റർ എടുത്ത് തീവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ലൈറ്റർ തട്ടിമാറ്റി യുവതിയോടി രക്ഷപ്പെട്ടു. തുടർന്ന് ടൗൺ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് പ്രതിയെ മാവിലായിൽ നിന്നും പിടികൂടുകയായിരുന്നു. കണ്ണൂർ ടൗൺ SI ദീപ്തി VVയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണൂർ ഉളിക്കലിൽ കേസിൽപ്പെട്ട കെട്ടിടത്തിൽ കുടുങ്ങിയ കുരുവിയെ തുറന്നുവിട്ടു. ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് കെട്ടിടം തുറന്നത്. കെട്ടിടം തുറക്കാൻ ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കലക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഉളിക്കൽ ടൗണിൽ പുതുതായി ആരംഭിച്ച വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടറിനുള്ളിൽ അങ്ങാടി കുരുവി വന്നു കയറിയത്.
ഗ്ലാസിലെ ചെറിയ ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറിയ പക്ഷിക്ക് പക്ഷേ കേസിൽപ്പെട്ട് സീൽ ചെയ്ത കെട്ടിടത്തിൽ കുടുങ്ങിയ കാര്യം ഒന്നും മനസ്സിലായില്ല. പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ലാതെ വന്നതോടെ പക്ഷി ശരിക്കും പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം കെട്ടിടം സീൽ ചെയ്തിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗ്ലാസ് പാളികൾ പൊളിക്കുന്നതും പ്രായോഗികമായിരുന്നില്ല. അങ്ങാടിക്കുരുവിയുടെ അവസ്ഥ കണ്ട് സമീപത്തെ വ്യാപാരികളും ടാക്സി തൊഴിലാളികളും വെള്ളവും തീറ്റയും ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. വില്ലേജ് ഓഫീസർ സ്ഥലത്ത് എത്തുകയും ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് മോചനത്തിന് വഴി ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കണ്ണപുരത്ത് വീണ്ടും BJP കൊടിമരം. ചേനാക്ലെ റോഡിലാണ് BJP വീണ്ടും കൊടിയുയർത്തത്. നേരത്തെ 2 തവണ കൊടിയുയർത്തിയപ്പോഴും പോലീസ് കൊടി പിഴുതു മാറ്റിയിരുന്നു. എന്നാൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു BJP പ്രവർത്തകർ വീണ്ടും കൊടിയുയർത്തിയത്. കഴിഞ്ഞ ദിവസം കണ്ണപുരത്ത് BJP പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം തറയടക്കം തകർത്താണ് പോലീസ് എടുത്തുകൊണ്ടുപോയത്. അതിനുശേഷം BJP പ്രവർത്തകർ വീണ്ടും ആ കൊടി പുനഃസ്ഥാപിക്കുകയായിരുന്നു. പൊതുസ്ഥലത്ത് കൊടികൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് നടപടി. അതേസമയം BJPയുടെ കൊടിമരത്തോടൊപ്പം CPMന്റെ കൊടികളും പോലീസ് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദൈവമെന്നുണ്ടെങ്കിൽ പാർട്ടിയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ദൈവമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ണൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അന്നവസ്ത്രാദികൾ നൽകുന്നത് ദൈവമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ദൈവമെന്നുണ്ടെങ്കിൽ അത് പാർട്ടി തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്ക് അന്നത്തിനും വസ്ത്രത്തിനും പോരാടുന്നത് പാർട്ടിയാണെന്നും ആ പാർട്ടി തന്നെയാണ് അവർക്ക് മുൻപിൽ ദൈവമെന്നും MV ജയരാജൻ പറഞ്ഞു. ഇത് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും. ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അന്നവസ്ത്രാദികൾ നൽകുന്നത് ദൈവമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദൈവമൊന്നുണ്ടെങ്കിൽ അത് പാർട്ടി തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നോ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇതാരുടേതാണ് 4 വരി? ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ 4 വരിയിൽ പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ്, ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത്. അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരമാണ്. വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറി. ഇത് നമ്മുടെ അഭിമാന നിമിഷമാണെന്നും രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഭീകരരെ തിരിച്ചുപോകാൻ അനുവദിക്കരുതെന്നും തഹാവൂർ റാണയെ തൂക്കിലേറ്റണമെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ PV മനേഷ് പറഞ്ഞു. ഇതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ, അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ പാകിസ്ഥാനിയായിട്ടുള്ള തഹാവൂർ റാണയാണ് ഇന്ത്യയിൽ നടത്തിയ ഈ ആക്രമണത്തിലെ മുംബൈ ഓപ്പറേഷനിലെ മുഖ്യ സൂത്രധാരൻ എന്നറിഞ്ഞു. അദ്ദേഹത്തെ നമ്മുടെ പലതരത്തിലുള്ള വിചാരണകൾ നടന്നു അദ്ദേഹത്തിനെതിരെ. അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അന്താരാഷ്ട്ര വിചാരണ കോടതി 2023 അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന് കൈമാറുവാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേട്ടമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വന്ന ഒരു ടെററിസ്റ്റുകളും തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല. അതിൽ രണ്ടാമത്തെ ഉദാഹരണം എന്നത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അല്ലാതെയും ഇതിന് സൂത്രധാരന്മാരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ഏതൊരാളും രാജ്യത്തിൻ്റെ അകത്തായാലും പുറത്ത് ഏതൊരു രാജ്യത്തായാലും അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തമമായി അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും എന്ന ഏറ്റവും വലിയ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഭാഗമായി കീഴ്നാ കടപ്പുറത്ത് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി.
കൊല്ലങ്കോട് മുതൽ മഞ്ചേശ്വരം വരെ 590 കിലോമീറ്റർ തീരപ്രദേശത്താണ് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. കടലിനെയും കടലോരത്തെയും മാലിന്യമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായാണ് ഇതുപോലുള്ള നിർമ്മാർജ്ജന യജ്ഞങ്ങൾ സംഘടിപ്പിച്ചത്. തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, വിവിധ ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. കാലത്ത് 7 മണിക്ക് ആരംഭിച്ച് 11 മണിക്ക് സമാപിക്കുമ്പോൾ നീക്കം ചെയ്യാനായത് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. കീഴുന്ന ബീച്ചിൽ നടന്ന നിർമ്മാർജ്ജന പരിപാടി കെ വിനി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കടലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഈ പരിപാടിയിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ കീഴ്ന്ന ഭാഗത്ത് വന്നപ്പോൾ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ നാട്ടുകാരൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ചെയ്യാൻ കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം അത്രയും സന്തോഷമുണ്ട്. കാരണം പയ്യാമ്പലം അങ്ങോട്ടുള്ള സൈഡിലൊക്കെയാണ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഇന്ന് ഉച്ചവരെ എടുക്കാനുള്ള പണി അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും ഇത്രയും സഹകരണം വെച്ചാൽ മനസ്സ് നിറയുന്ന ഒരു അത്രയും സന്തോഷം ഈ 2-3 ദിവസമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മണിക്കൂർ നേരം ഉള്ള വേസ്റ്റുകൾ കുറച്ച് അതൊക്കെ ഒന്ന് പെറുക്കി ശുചിയാക്കി നമ്മുടെ ജനകീയ മത്സ്യകൃഷി കോർഡിനേറ്റർ KP ദീപ സ്വാഗതം പറഞ്ഞു. കീഴുന്ന മുതൽ വട്ടക്കല്ല് വരെയുള്ള 1 കിലോമീറ്റർ കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. 60-ലധികം പേർ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. VC സുരേഷ് ബാബു, VK മനോഹരൻ, K പ്രകാശൻ, P സഞ്ജന, A പ്രണവ്, E പ്രഭാകരൻ, P രഞ്ജിനി, ആർദ്ര രാജ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാവുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സിറ്റി ചാനലിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.